അൺപ്രൊഫഷണലായ ആളുകളുടെ ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കില്ല. ഒരു ഓഫീസിൽ സമയത്ത് വരികയോ സമയത്ത് പോവുക അങ്ങനെയുള്ള സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കില്ല. കഴിയുന്നതും വൈകി വരികയും നേരത്തെ പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡെഡ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ആളുകളായിരിക്കും. എപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റിൽ ഇല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുക, സമയം ചോദിക്കുക, അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉള്ള ആളുകളായിരിക്കും. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടായിരിക്കില്ല. പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും പ്രൊഫഷണലായി കണക്കാക്കുകയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലിസണിങ് സ്കിൽ ഉണ്ടായിരിക്കില്ല. എപ്പോഴും സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാൻ തയ്യാറാവാതിരിക്കുക, അങ്ങനെയുള്ള ആളുകളെയും പ്രൊഫഷണൽ ആണെന്ന് പറയാൻ കഴിയില്ല. പിന്നെയുള്ളതാണ് സേയിങ് യെസ് ടു എവറിത്തിങ്. എന്ത് ജോലി തന്നാലും എല്ലാത്തിനും യെസ് പറയുന്ന ആളുകളെ പ്രൊഫഷണലായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം സമയത്ത് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. ഓവറായിട്ട് കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേൺ ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എനർജിയൊക്കെ ഡ്രെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെയധികം ടയേർഡാവും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അക്യുറസിയോട് കൂടി നന്നായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തത് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാത്തിനും യെസ് പറയുന്നത് നമുക്ക് സ്ട്രാറ്റജിക് തിങ്കിങ് ഇല്ലാത്തതിൻ്റെ, നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെയൊക്കെ ഒരു കുഴപ്പമായിട്ടാണ് കണക്കാക്കപ്പെടുക.